പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ ആനന്ദവും സന്തോഷവും സമാധാനവും രോഗസൗഖ്യവും വിടുതൽ സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് കോണിലാണ് നീ വചനം കേൾക്കുന്നതെങ്കിലും ഒറ്റ കാര്യം ഓർക്കുക, ഈ വചനം കേൾക്കുമ്പോൾ നിന്നിൽ ദൈവം ഇടപെടുന്ന ഒരു സമയമാണ്. ഒരു മനോഹരമായ ഒരു തിരുവചനം ദൈവം നമുക്ക് നൽകുന്നത് ജെറമിയായുടെ പുസ്തകം 31:3 എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ദൈവം നൽകുന്ന വലിയൊരു സന്ദേശമാണ്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, വിശ്വസ്തമാണ്. ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്നും ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ലെന്നുമുള്ള വലിയ ബോധ്യം നൽകി ഞങ്ങളെ നയിക്കുന്നല്ലോ. ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴികളിൽ ഇപ്രകാരമുള്ള ബോധ്യം ഞങ്ങൾക്കെന്നും താങ്ങും തണലുമായിരിക്കട്ടെ. അമ്മേ മാതാവേ, ഞങ്ങൾക്കെന്നും തുണയായിരിക്കണമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ കാലഘട്ടം തന്നെ പ്രാർത്ഥനയുടെ കാലഘട്ടമാണ്. എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും കൺവെൻഷൻ, ഇടവക ധ്യാനങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകൾ, നിത്യാരാധന കേന്ദ്രങ്ങൾ എന്ന് തുടങ്ങി വലിയ ഒരു മുന്നേറ്റം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് ഒരു മലയാളി എന്നൊക്കെ നിലയിൽ നമുക്ക് തന്നെ അഭിമാനിക്കാം. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഇപ്രകാരമുള്ള ഈ പ്രാർത്ഥനാ ശൈലികളൊക്കെ കൂടുതലും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ വന്ന് വിദേശ മിഷനറിമാർ വചനം പറഞ്ഞു, വചനത്തിൻ്റെ വിത്തിറക്കി. വർഷങ്ങളേറെ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള വചന ശുശ്രൂഷകരും ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അൽമായ ശുശ്രൂഷകരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്ന് വിദേശ മിഷണറിമാർ വന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഇന്ന് വചനം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ദേശത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. ഒരു മലയാളിയായി എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എന്തോരം ധ്യാനകേന്ദ്രങ്ങളാണ്, എത്രയോ പ്രാർത്ഥനാ കൂട്ടായ്മകളാണ്. പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പറ്റിയ മണ്ണാണിത്. എല്ലാ സ്ഥലങ്ങളിലും അതനുസരിച്ചുള്ള ഒരു വഴി കർത്താവ് തുറന്നിടുന്ന സമയം. ഇപ്രകാരമുള്ള ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പലരും ചോദിക്കും, ഒരുപക്ഷെ ധ്യാനത്തിൽ വരുമ്പോൾ, കൗൺസിലിങ്ങിന് വരുമ്പോൾ, ഒരു ശുശ്രൂഷയോട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കും, അച്ഛാ പ്രാർത്ഥനയെ വളരണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് വളരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ പലതരത്തിലുള്ള പ്രാർത്ഥനാ രീതികൾ കണ്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള പ്രാർത്ഥനാ രീതികൾ. ഞാൻ ഈ സമയം ഒരു പ്രാർത്ഥനാ വിഷയം പോലെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച ചില ശൈലികളെക്കുറിച്ചാണ്. ചില ശൈലികൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ശൈലി, പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചിരുന്നു. വചനം പറയുന്നത് പരിശുദ്ധ അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. നമ്മളെക്കാൾ തീക്ഷ്ണതയോടുകൂടി വ്യത്യസ്ത രീതികളിൽ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് വ്യത്യസ്ത രീതികളിൽ പ്രാർത്ഥനകളുണ്ട്. കരിസ്മാറ്റിക് ശുശ്രൂഷകളിലൊക്കെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ വചനം എടുത്ത് മനനം ചെയ്ത് വളരെ ശാന്തപൂർവ്വം ധ്യാനിക്കുന്നു. മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ കൈകളടിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് സ്തുതിക്കുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ മൗനമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, എത്രയോ വ്യത്യസ്ത രീതികളിലാണ് പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ ശൈലികൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നോ? പരിശുദ്ധ അമ്മ ഏത് തരത്തിലുള്ള മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഇതാണ് നമ്മൾ പഠിക്കുന്ന വിഷയം. പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതികളെ നമ്മൾ പരിചയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കാ സുവിശേഷകനാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച ഒരു ശൈലി ഇങ്ങനെയാണ്. ഒരു ശൈലി, പരിശുദ്ധ അമ്മ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. പരിശുദ്ധ അമ്മ സ്തുതിച്ച് പ്രാർത്ഥിച്ചു.
വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മ സ്തുതിച്ചത് എന്തിനെ ഓർത്തിട്ടാണ്? പരിശുദ്ധ അമ്മയ്ക്ക് ലോട്ടറി അടിച്ചിട്ടാണ്? പരിശുദ്ധ അമ്മയ്ക്ക് കാറും വീടും എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയിട്ടാണോ പരിശുദ്ധ അമ്മ സ്തുതിച്ചത്? അല്ല. പരിശുദ്ധ അമ്മ സ്തുതിച്ച മേഖല ഏതാണെന്നറിയോ? പരിശുദ്ധ അമ്മ സ്തുതിച്ചത് ദൈവം പരിശുദ്ധ അമ്മയിൽ ഇടപെടാൻ പോകുന്ന സമയം, പ്രത്യേകിച്ച് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൻ്റെ നടുവിലാണ് പരിശുദ്ധ അമ്മ സ്തുതിച്ചത്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇതാ ദൈവദൂതൻ വന്നിട്ട് പറയുന്നു, നീ ഇതാ കർത്താവിൻ്റെ അമ്മയാകാൻ പോകുന്നു. ഈ സ്ത്രീക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട്? സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മനസ്സിലാകാത്തതിൻ്റെ ദുഃഖത്തിൻ്റെ നടുവിൽ, ഈ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലാണ് പരിശുദ്ധ അമ്മ എന്ത് ചെയ്യുന്നത്? പരിശുദ്ധ അമ്മ ഇതാ ദൈവത്തെ സ്തുതിക്കാനായി ഒരു തീരുമാനമെടുക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് വളരെ അസ്വസ്ഥപൂർവ്വം കണക്കാക്കുന്നു. ഈ കണക്കാക്കുന്നതിൻ്റെ, പ്രതിസന്ധിയുടെ, സങ്കടങ്ങളുടെ, ഇനി മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾക്ക് നടുവിൽ നിന്ന് പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? പരിശുദ്ധ അമ്മ പറയുന്നത്, നീ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്. വചനം പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു. എന്തിനോർത്ത് മഹത്വപ്പെടുന്നു? ഞാനിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിനക്കൊരു രോഗമുണ്ടോ? ആ രോഗത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത തരത്തിൽ ദൈവം നമ്മിൽ ഇടപെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ദൈവം നമ്മിൽ ഇടപെടാൻ തുടങ്ങും. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു അച്ഛൻ്റെ സാക്ഷ്യം ഇങ്ങനെ കേട്ടു. അച്ഛൻ ഒരു ക്യാൻസർ രോഗിയെ കാണാൻ ചെന്നു. ക്യാൻസർ രോഗി. ഈ ക്യാൻസർ രോഗിയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഈ ക്യാൻസർ രോഗം പ്രത്യേകിച്ച് വേദനയുള്ള ക്യാൻസറാണ്. ഉറക്കമില്ലാതെ നീണ്ട നാളുകളായിട്ട് ക്യാൻസറിനെ കുറിച്ച് ശപിച്ച്, രോഗം വന്നതിനെക്കുറിച്ച് ഓർത്ത് ശപിച്ച്, വീട്ടിലുള്ളവരെ ശപിച്ച് ആകപ്പാടെ അസ്വസ്ഥപ്പെട്ട് കഴിയുന്നൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ ക്യാൻസർ രോഗിയെ കാണാൻ ചെന്നു. ഈ രോഗി ഈ അച്ഛനെയൊന്നും അടുപ്പിക്കുന്നു, ഒറ്റ മനുഷ്യനടുപ്പിക്കത്തില്ല. അടുത്തോട്ട് വരുന്നവരെ ഈ മനുഷ്യൻ തുപ്പും. അങ്ങനെ അരിശവും ദേഷ്യവും ഒക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഈ അച്ഛനും ടീമംഗങ്ങളും ഉണ്ട്. വീട്ടുകാരെയൊക്കെ വിളിച്ചു. എന്നിട്ടൊരല്പം മാറി നിന്നുകൊണ്ട് ഇവർ പറഞ്ഞു, നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും കണ്ണും മിഴിച്ച് നോക്കി. എന്തിനോർത്താ സ്തുതിക്കണ? ഒരാൾ ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുക, ഉറക്കം കിട്ടണില്ല, ശരീരത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എന്തിനോർത്താ സ്തുതിക്കണേ? അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് ഈ ക്യാൻസർ രോഗത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കാം, ദൈവം ഈ വ്യക്തിയിൽ ഇടപെടും. കൂടെയുള്ളവർക്ക് മനസ്സിലായോ എന്ന് അറിഞ്ഞുകൂടാം. എങ്കിലും അവരെല്ലാവരും കൂടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ക്യാൻസർ രോഗത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. ആ വ്യക്തി ഓർത്തുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. ആ ജീവിതത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. അവരിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാവോ? നീണ്ട ദിവസങ്ങളായിട്ട് ഉറക്കം കിട്ടാതിരുന്ന വ്യക്തി ഇവരിങ്ങനെ മാറി നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ആ കട്ടിലയിൽ കിടക്കുന്ന വ്യക്തി ശാന്തമായിട്ട് നല്ലൊരു മയക്കത്തിലേക്കും. അച്ഛനും ടീമങ്ങൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ രോഗി ചോദിച്ച ചോദ്യം, ആ അച്ഛനും ടീമങ്ങളും എന്താണ് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചത്? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നീണ്ട നാളുകളായിട്ട് എനിക്കെൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്ന ഒത്തിരി വേദന, ഭാരം കുറയുന്നത് പോലെ തോന്നി. എനിക്ക് നല്ല ഉറക്കം കിട്ടി. അവരെ വീണ്ടും വിളിച്ചുകൊണ്ട് വരാമോ? പ്രിയപ്പെട്ടവരങ്ങനെ ഈ അച്ഛനും ടീമങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ട് ചെന്നു. ഇവർ വീണ്ടും അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങളിങ്ങനെ എൻ്റെ അടുക്കലോട്ട് വാ. ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ സ്തുതിക്കണോ എൻ്റെ രോഗത്തെ ഓർത്ത്? അച്ഛൻ പറഞ്ഞു, ഈ രോഗത്തെ ഓർത്ത് ചേട്ടൻ സ്തുതിച്ചേ. ചേട്ടനും അപ്പോൾ യേശുവേ നന്ദി, എൻ്റെ ക്യാൻസർ രോഗത്തെ ഓർത്ത് യേശുവേ നന്ദി, ഇങ്ങനെ പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതൊരു ശീലമായിട്ട് മാറി. ഈ അച്ഛൻ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു, ഉടനെ മരിച്ചു പോകും എന്ന് പറഞ്ഞിരുന്ന ആ രോഗി നീണ്ട നാളുകളും കൂടെ ജീവിച്ചിരുന്നു. നീണ്ട നാളുകളും കൂടെ സമാധാനത്തിൽ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, നിനക്കൊരു രോഗമുണ്ടോ? ഒരു കഷ്ടപ്പാടുണ്ടോ? കടബാധ്യതയുണ്ടോ? ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണോ? നിനക്കെന്ത് ചെയ്യാൻ സാധിക്കും? അതിൻ്റെ നടുവിൽ നിന്ന്
പരിശുദ്ധ അമ്മ സ്തുതിച്ചതുപോലെ എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമുക്ക് സ്തുതിക്കാൻ സാധിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനം. ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും ആരോടെങ്കിലും പറഞ്ഞു? തമ്പുരാനോട് മാത്രം പറഞ്ഞു. അത് ഹൃദയത്തിൽ വെച്ച് ശാന്തമായിട്ട് പരിശുദ്ധ അമ്മ ഇതെല്ലാം തൻ്റെ ദൈവത്തോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏതാ സന്ദർഭം എന്നറിയോ? ദേവാലയത്തിൽ വെച്ച് ഈശോയെ കാണാതാവുന്ന വീണ്ടും കണ്ടെത്തിയതും അങ്ങനെയുള്ള രംഗത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ നടുവിൽ നാട്ടുകാരോട് പരാതി പറഞ്ഞ്, വീട്ടുകാരോട് പരാതി പറഞ്ഞ് ആ കുട്ടിയെ തല്ലി അങ്ങനെ ഒന്നും ചെയ്തില്ല. പരിശുദ്ധ അമ്മ ചെയ്തത് അതെല്ലാം പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളതാണ്. ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതായത് ധ്യാനിച്ചു. നിൻ്റെ ജീവിതത്തിൽ പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ചുറ്റുവട്ടത്തുണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മ നിന്നോട് പറയുന്നു, ഏതു തരം പ്രാർത്ഥന? ശാന്തമാവുക, നീ ധ്യാനിക്കുക. ആദ്യം സ്തുതിച്ച് പ്രാർത്ഥിച്ച അതേ അമ്മ തന്നെയാണിതാ തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത്. നീ ശാന്തമാവുക, ശാന്തമായിട്ടിരിക്കുക. അതെല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സാധാരണ നമ്മൾ സംഗ്രഹിക്കാറുള്ളത് നമ്മുടെ തലയിലാണ്, അല്ലേ? തല എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുന്ന സ്ഥലമാണ്, ചോദ്യം ചെയ്യുന്ന സ്ഥലമാണ്. അതിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. തലയിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും തലയ്ക്ക് തന്നെ അസ്വസ്ഥത, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. പരിശുദ്ധ അമ്മ സംഗ്രഹിച്ചത് ഹൃദയത്തിലായിരുന്നു. ഹൃദയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്നിടം, ദൈവത്തിനാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഭാരം ദൈവത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇതാ മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? നീ തമ്പുരാൻ്റെ മുമ്പിൽ പാടി സ്തുതിക്കണം, പാട്ടുപാടി സ്തുതിക്കണം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം എന്ന് പറയുമ്പോൾ അതൊരു ഗീതമാണ്, അതൊരു പാട്ടാണ്. സ്തോത്രഗീതം മുഴുവൻ വായിച്ചു നോക്ക്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറയും. പരിശുദ്ധ അമ്മ തൻ്റെ ഭാഗ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുപാടി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പാട്ടുകളുണ്ട്. നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനാ ശൈലിയിൽ പാട്ടുപാടി സ്തുതിക്കാനുള്ള ഒരു വലിയ ചങ്കൂറ്റം. പരിശുദ്ധ അമ്മ അങ്ങനെ ഗീതം പാടി പാട്ടുപാടി സ്തുതിച്ച ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മ പാട്ടുപാടി സ്തുതിക്കാനായിട്ട് നമ്മളോട് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേകർ ചിന്തിക്കും, അതിനെനിക്ക് പാട്ടുപാടാൻ കഴിവില്ലല്ലോ, ഞാൻ അതിന് വലിയ പാട്ടുകാരല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിന്നോട് പാട്ടുപാടി സ്തുതിക്കാൻ പറയുമ്പോൾ നീ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ യേശുദാസിനെ പോലെ പാടാനോ KS ചിത്രയെ പോലെ പാടാനോ അല്ല ആവശ്യപ്പെട്ടത്, മറിച്ച് നിനക്ക് തന്നിരിക്കുന്ന സ്വരം ഉപയോഗിച്ച് പാട്ടുപാടാനാണ് പറഞ്ഞത്. നിനക്ക് തന്നിരിക്കുന്ന സ്വരം ഉപയോഗിച്ച് നിനക്ക് പാട്ടുപാടാം. അതേത് സ്വരമാണെങ്കിലും, അതേത് രീതികളാണെങ്കിലും. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സ്വരം, നമുക്ക് തന്നിരിക്കുന്ന ശരീരത്തിൻ്റെ പ്രത്യേകതകൾ ഉപയോഗിച്ച്, കഴിവുകൾ ഉപയോഗിച്ച് പാട്ടുപാടി നമുക്ക് സ്തുതിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഈ മേഖല നമുക്ക് സ്വന്തമാക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മ, 1, പരിശുദ്ധ അമ്മ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. 2, പരിശുദ്ധ അമ്മ എന്തു ചെയ്തു? ധ്യാനിച്ച് പ്രാർത്ഥിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. 3-മതായിട്ട് തിരുവചനം പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മ പാട്ടുപാടി സ്തുതിച്ചു. 4-മതായിട്ട് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എല്ലാം സമർപ്പിച്ചു. പരിശുദ്ധ അമ്മ എല്ലാം സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ എല്ലാ ചിന്താഗതികളും എല്ലാ ഭാരവും പരിശുദ്ധ അമ്മ തമ്പുരാൻ്റെ കൈകളിലേക്ക് കൊടുത്തു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 4-മതായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാവോ? ഭാരം ഒഴിഞ്ഞു പോകും.
ഭാരം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുതുകിൽ വലിയൊരു ഭാരം വെച്ചിരിക്കുകയാണ്. ഈ ഭാരം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് താങ്ങി വയ്ക്കുമ്പോൾ ആശ്വാസം കിട്ടും. പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ഇപ്രകാരം നിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിലൊക്കെ ചില സ്ഥലങ്ങളുണ്ട്, അത്താണി എന്ന് പറയും. അത്താണി, പ്രിയപ്പെട്ടവരെ, കൊച്ചി എയർപോർട്ടിനൊക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അത്താണി. എന്താ അത്താണി എന്ന് പറയുന്നത്? തൃശ്ശൂരുണ്ട് അത്താണി എന്ന് വെച്ചതിൻ്റെ അർത്ഥം, അതായത് ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു സ്ഥലമായിരുന്നത്, ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള സ്ഥലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു സ്ഥലമേതാ? നിൻ്റെ ചുമട് ഇറക്കി വയ്ക്കാനുള്ള സ്ഥലമേതാ? അത് പ്രാർത്ഥനാ സമയങ്ങളാണ്. വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? നിൻ്റെ ഭാരം അൾത്താരയിലേക്ക് കൊടുക്കണം. സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയ ഒരു വെളിപ്പെടുത്തലാണത്. പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഞാൻ ഒത്തിരി വലിയ ഭാരം ദുഃഖത്തോടുകൂടെ പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. തിരിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതുപോലെ തന്നെ ആ ഭാരവും ചുമന്നുകൊണ്ട് നമുക്ക് പോകുന്നു. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ പള്ളിയിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നുന്ന അവരുടെ മുഖം കാണുന്നത് എന്താണെന്നറിയാവോ? ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്നത് പോലെയാണ്. ദുഃഖമാണ്, ഭാരമാണ്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു ജീവിതം ദൈവം നൽകുന്ന നിൻ്റെ ഭാരം എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. മത്തായി സുവിശേഷം 11:28 എന്താ പറഞ്ഞത്? നിനക്ക് ഭാരമുണ്ടോ? എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ, നിനക്ക് ഞാൻ ആശ്വാസം നൽകാം. പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തിൻ്റെ പ്രത്യേകത അതാണ്. നമ്മുടെ ഭാരം കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ പ്രാർത്ഥനാ ശൈലി എന്തായിരുന്നെന്നറിയോ? പരിശുദ്ധ അമ്മ തൻ്റെ ഭാരമെല്ലാം തമ്പുരാൻ്റെ കൈകളിലേക്ക് കൊടുത്തു. ലൂക്കാസ് വിശേഷം 1:38 പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ പറയുന്നത് എന്തും ചെയ്യാനുള്ള മനസ്സുള്ളൊരു വ്യക്തി. ദാസി, ഇതാ ദാസി, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന 4ാമത്തെ പ്രാർത്ഥനാ രീതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തതായി യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനാ രീതിയുണ്ട്. അതെന്താണെന്നറിയാവോ? മധ്യസ്ഥ പ്രാർത്ഥന. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതേതാണ് സംഭവം? കാനായിലെ വിവാഹ വിരുന്നാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ റോൾ എന്തായിരുന്നു? പരിശുദ്ധ അമ്മ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയൊരു വ്യക്തിയാണ്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം തമ്പുരാൻ്റെ പക്കൽ ചോദിച്ചു മേടിക്കുന്ന പ്രാർത്ഥനാ ശൈലി. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് 2 ഗുണം. ഒന്ന്, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നു, അതോടൊപ്പം നിനക്കും അനുഗ്രഹം ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് അനുഗ്രഹം ലഭിക്കുന്നതോടൊപ്പം തന്നെ നിനക്കും അനുഗ്രഹം ലഭിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന കൂടുതൽ വളർത്തണം. നമ്മളൊക്കെ വല്ലാണ്ട് സെൽഫിഷായി പോകുന്ന കാലഘട്ടമാണല്ലോ. എൻ്റെ കാര്യം, എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ അപ്പൻ, എൻ്റെ ഭർത്താവ് എന്ന് തുടങ്ങി എൻ്റേതെന്ന് ചിന്തിക്കുന്ന ശൈലിയെ ഒന്ന് നമുക്ക് മാറ്റിയിട്ട് ഇതാ വചനം പഠിപ്പിക്കുന്നു, നീ മധ്യസ്ഥ പ്രാർത്ഥനാ ശൈലിയിലോട്ടിറങ്ങുക. മധ്യസ്ഥ പ്രാർത്ഥനാ ശൈലി, അതിൻ്റെ ഗുണം എന്താ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ അപ്രകാരം ഒരു പ്രാർത്ഥനാ ശൈലി നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ്. നീ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളണം ദൈവത്തിന് മുമ്പിൽ. അപ്രകാരം നിലകൊള്ളുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ മേഖലയിൽ നിനക്ക് വളർച്ച സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രാഹാം അതുപോലെ ഒരിക്കൽ സോദോം ഗൊമോറയ്ക്ക് വേണ്ടി നിലകൊണ്ട് പ്രാർത്ഥിച്ചു. പഴയ നിയമചരിത്രം പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവിടെ നിലകൊണ്ട് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊണ്ട് പ്രാർത്ഥിക്കുക. മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി കരങ്ങൾ ഉയർത്തി നീണ്ട നാളുകൾ വിരിച്ചു പിടിച്ച വേദന സഹിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞുകൊള്ളുക, നീ മനുഷ്യനും ദൈവത്തിനുമിടയിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യനും ദൈവത്തിനുമിടയിൽ നിലകൊള്ളുന്ന വ്യക്തിയാണ്. ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം വർദ്ധിക്കാൻ തുടങ്ങും. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന മാതൃകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലെ പ്രാർത്ഥന. ഇതാ വീണ്ടും തിരുവചനം പഠിപ്പിക്കുന്നു. നടപടി പുസ്തകം അപ്പസ്തോല പ്രവർത്തനത്തിൽ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥനാ ശൈലി എന്താണെന്നറിയാവോ? പ്രിയപ്പെട്ടവരെ, ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടുമൊപ്പം അവൻ്റെ സഹോദരനോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കൂട്ടായ്മയിലെ പ്രാർത്ഥന. 6-ാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ശൈലി പരിചയപ്പെടുത്തുന്നത് കൂട്ടായ്മയിലെ പ്രാർത്ഥന. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ കൂട്ടായ്മ, ഇടവക കൂട്ടായ്മ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ, നിൻ്റെ വീടിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേര് ഒരുമിച്ചിരുന്ന പ്രാർത്ഥന, നിൻ്റെ കുടുംബത്തിലുള്ളവരൊരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വലിയ അഭിഷേകം സംഭവിക്കും. പന്തക്കുസ്താ ദിനം അവർക്ക് അപ്രകാരം ലഭിച്ചെങ്കിൽ അവരുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയായിരുന്നു. ചിലരൊക്കെ പറയാറുണ്ടല്ലോ, എനിക്ക് ഈ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച അഭിഷേകം. അതിനേക്കാളുപരി വലിയൊരു കൃപ കൂട്ടായ്മയിൽ ഒരു 10-20 പേര് ഒരുമിച്ചിരുന്ന് ഈശോയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന പവർ അത് വളരെ വലുതാണ്. അതുകൊണ്ട് കൂട്ടായ്മയിലെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. 7-ാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനാ ശൈലിയാണ് പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 41-42 തിരുവചനം വചനം പഠിപ്പിക്കുന്നത്, അവർ 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ പോയി, പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ വീടിനൊക്കെ അടുത്ത് ഒത്തിരി സ്ഥലങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ആലയങ്ങളുണ്ട്. അവിടെ പോയി ഇരിക്കണം. കുർബാനയ്ക്ക് മാത്രം പോയാൽ പോരാ, അവിടെ നിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം പോയാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഇരിക്കണം. പ്രാർത്ഥിക്കുന്ന ഇടമല്ലേ, ഒത്തിരിയേറെ ദൈവിക ശക്തി നിലനിൽക്കുന്ന സ്ഥലമല്ലേ, അവിടെ പോയി ഇരിക്കണം. നിൻ്റെയൊക്കെ വീടിനടുത്ത് ഒരു ധ്യാന കേന്ദ്രം ഉണ്ടെങ്കിൽ, അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം പെട്ടെന്ന് കാര്യങ്ങളിൽ ഇടപെടും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പലതരത്തിലുള്ള പ്രാർത്ഥനാ ശൈലികളെ പരിശുദ്ധ അമ്മയിലൂടെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ചുരുക്കി ഒരിക്കൽ കൂടെ പറയട്ടെ. 7 തരത്തിലുള്ള പ്രാർത്ഥനാ രീതികളാണ് നമ്മളിപ്പോൾ കണ്ടത്. 1-ാമതായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചു, 2-ാമതായിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചു, 3-ാമതായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു, 4-ാമതായിട്ട് ധ്യാനിച്ചു പ്രാർത്ഥിച്ചു, 5-ാമതായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചു, 6-ാമതായിട്ട് കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു, 7-ാമതായിട്ട് ദേവാലയത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ശൈലി നമുക്ക് ഒത്തിരി സഹായകരമാവും. നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തിനൊരു മേഖലയാണ്. ദൈവസമൃദ്ധമായിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ പ്രേരണ നൽകട്ടെ. പ്രചോദനം കിട്ടുന്നവർ അത് ഉപയോഗിക്കുക. ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.